പ്രതീക്ഷകളെല്ലാം തകർന്നടിഞ്ഞു. കടലോളമായിരുന്നു സ്വപ്നങ്ങൾ. പക്ഷേ കേരളത്തിന് ലഭിച്ചത് കടലാമ പരിചരണത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രവും ഇതുകൂടാതെ ധാതു ഖനനത്തിന് വേണ്ടിയുള്ള ഒരു ഇടനാഴിയും. അങ്ങനെ BJPയുടെ പ്രതീക്ഷകളും അസ്ഥാനത്തായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാനത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP വലിയ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണ ഉണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കേരളത്തിലെത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. പ്രധാനമന്ത്രി വന്നു. പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. കേവലം രാഷ്ട്രീയ പ്രസംഗം മാത്രം നടത്തി അദ്ദേഹം മടങ്ങി. പിന്നീടും BJP പറഞ്ഞു പോയത് വരുന്ന ബഡ്ജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന്. പക്ഷേ തിരുവനന്തപുരം നഗരവുമായിട്ടോ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടോ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടോ കാര്യമായ ഒരു പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രതീക്ഷകളായിരുന്നു അതിവേഗ റെയിൽപാത. അതിനുമപ്പുറം വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത വികസന ഘട്ടത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം. ഇതിനെല്ലാം ഉപരി നമ്മുടെ കർഷകർക്കും ഒപ്പം മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ കൈത്താങ്ങുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷകൾക്കൊപ്പം നടന്നവരായിരുന്നു CPIM-ഉം കോൺഗ്രസുമൊക്കെ. പക്ഷേ എല്ലാവരുടെയും അവസ്ഥ ഇപ്പോൾ വലിയ ദുഃഖമാണ്. കാരണം പ്രതീക്ഷിച്ചത് ഒന്നും നടന്നില്ല എന്നുള്ളതായിരുന്നു. BJP പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യവും പ്രസ്താവനയായിട്ടോ പ്രഖ്യാപനമായിട്ടോ ബഡ്ജറ്റിൽ കണ്ടതുപോലുമില്ല. അതിവേഗ റെയിലിൻ്റെ പേരിൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റേതായ അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. പക്ഷേ അതിന് ബദലായി മറ്റൊരു പ്രഖ്യാപനവുമായി BJPയുടെ നേതാവ് തന്നെ രംഗത്തെത്തി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി രേഖ തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഒരു അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാനോ ബഡ്ജറ്റിൽ ഒരിടം പോലും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം മറ്റ് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾക്ക് അതിവേഗ റെയിൽ പാത നൽകുവാൻ കേന്ദ്രം മറന്നില്ല. ചെന്നൈയിലൂടെയും ബംഗളൂരുവിലേക്കുമൊക്കെ അതിവേഗത്തിൽ പായുന്ന ട്രെയിനുകൾ ഇനി ഉണ്ടാകും. പക്ഷേ നമുക്കെന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ BJP നേതാക്കൾ പറഞ്ഞത് കേട്ടില്ലേ, NDAക്ക് ഒരു അവസരം നൽകുക. അങ്ങനെ അവസരം കിട്ടുമ്പോൾ ഡബിൾ എഞ്ചിൻ പ്രവർത്തിക്കുന്ന പോലെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ കുതിച്ചുയരുമെന്ന്. കിട്ടാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുക, അതാണ് BJPയുടെ പുതിയൊരു തന്ത്രം. ഇനിയിപ്പോൾ അവർ പറയുന്നത് സംസ്ഥാനം ഭരിക്കുവാൻ BJPക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ വലുതായി കേരളത്തിലെത്തുമെന്നും. നേരത്തെ പറഞ്ഞത് കോർപ്പറേഷൻ ഭരിക്കാൻ അവസരം കിട്ടിയാൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുമെന്ന്. കേവലം തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റാനെങ്കിലും ഏതെങ്കിലും ഒരു പദ്ധതി പേരിനൊന്ന് പ്രഖ്യാപിച്ചാൽ മതിയായിരുന്നു. കാരണം വെള്ളക്കെട്ടുണ്ട്, ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്തവരുണ്ട്, പാർപ്പിട പ്രശ്നങ്ങളുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ആ ബഡ്ജറ്റിൽ ഉണ്ടായാൽ മതിയായിരുന്നു. കേവലം ഒരു പരാമർശമെങ്കിലും. ഇതൊന്നുമില്ലാതെയാണ് ഒരു ബഡ്ജറ്റ് കടന്നുപോയത്. എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് വാദപ്രതിവാദങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വാദപ്രതിവാദങ്ങളുടെ ചാകരയായി ബഡ്ജറ്റ് മാറിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അതേസമയം ധാതു ഖനനവുമായി ബന്ധപ്പെട്ട ഇടനാഴിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, പ്രത്യേകിച്ച് BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു സംശയ കണ്ണോടുകൂടി തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. കാരണം കേരളത്തിൻ്റെ തീരം അതിവിശാലമാണ്, സമുദ്രതീരം. ആ സമുദ്രതീരത്തിൽ കൊല്ലം മുതൽ ആലപ്പുഴയ്ക്കപ്പുറം വരെ നീളുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കരിമണൽ ഇങ്ങനെ വ്യാപകമായി കിടപ്പുണ്ട്. ആ കരിമണൽ സ്വന്തമാക്കാൻ നടത്തുന്ന ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഖനന ഇടനാഴി എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം. വ്യവസായ മന്ത്രി P. രാജീവ് തന്നെ ആദ്യം രംഗത്തെത്തി ഇതേ ചോദ്യവും സംശയവും ഉയർത്തിയിരുന്നു. അങ്ങനെ കേരളം ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത 1-2 പ്രസ്താവനകൾ, ഒരു പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ബഡ്ജറ്റ് നമ്മുടെ മുന്നിൽ ധനമന്ത്രി അവതരിപ്പിച്ചത്. പക്ഷേ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ ശക്തിയായി ചൂടുപിടിച്ച് നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇനി BJP ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകളും ഒപ്പം തന്നെ കവലപ്രസംഗങ്ങളും നടത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഒരു സംസ്ഥാനത്തിന് വേണ്ടിയല്ല ബഡ്ജറ്റ്, അതിനപ്പുറം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ബഡ്ജറ്റ്. രാജ്യത്തിൻ്റെ സമസ്ത മേഖലയുടെയും വികസനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്നാണ് BJPയുടെ വാദം. പ്രത്യേകിച്ചും നികുതി കുറഞ്ഞതും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന പദ്ധതികളും യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുമൊക്കെ ഈ ഇന്ത്യയുടെ വികസനം മുന്നിൽ കണ്ടു ഉള്ളതാണ്, അതല്ലാതെ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ളതല്ല ബഡ്ജറ്റ് എന്ന് അവർ വാദിച്ച് ജയിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അങ്ങനെയല്ലായിരുന്നു. കേരളത്തിന് വലിയ പ്രതീക്ഷകളായിരുന്നു വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിനപ്പുറം വികസനത്തിൻ്റെ ഭാഗമായി. എന്നാൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, മലയോര മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയായിരുന്നു ശബരി റെയിൽപാത. ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലെ സഹായവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പൊക്കെ തന്നെ ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വലിയ തരത്തിലെ ചർച്ചകൾ നടത്തിയിരുന്നു. കാരണം മലയോര കർഷകർക്കും ശബരിമല തീർത്ഥാടകർക്കുമൊക്കെ വളരെ വേഗത്തിൽ ശബരിമലയിലെത്താനും അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ള ആളുകൾ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ യാത്ര സുഗമമാക്കുന്നതിനുമൊക്കെ ഈ ശബരി റെയിൽപാതയ്ക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച ഒരു ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.